പഠിപ്പിച്ച് താ. ഞാൻ എന്റെ അമ്മായിയമ്മ കുറച്ച് ഇംപ്രസ് ചെയ്യിക്കട്ടെ. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ഫസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അയ്യോ, നീ കൂടുതൽ ഇംപ്രഷൻ ഒന്നും കൊടുത്ത് കുളമാക്കണ്ട. എന്റെ അമ്മയ്ക്ക് അത്യാവശ്യം മലയാളം അറിയാം. പോരാ, എനിക്ക് ഹിന്ദിയിൽ തന്നെ സംസാരിക്കണം. എന്റെ പൊന്ന് സത്യ, വേണ്ടടി. വേണം. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ എന്റെ ഹിന്ദി കേട്ട് ഞെട്ടും. നിങ്ങളല്ലെങ്കിൽ എനിക്ക് ഗൂഗിൾ ഉണ്ടല്ലോ പറഞ്ഞു തരാൻ. ആദ്യം തന്നെ ഊന്ന് തുടങ്ങാം, അല്ലെങ്കിൽ വേണ്ട. അത്യാവശ്യം പറയാനുള്ള ഡയലോഗ് മാത്രം ഹിന്ദിയിൽ പഠിക്കാം. എന്താ പഠിക്കുന്നില്ലേ? പഠിക്കുവാ ഞാൻ, കണ്ടില്ലേ? എടി, എന്റെ അമ്മ മാത്രമേ വരുന്നുള്ളൂ, അച്ഛൻ വന്നിട്ടില്ലടി. ഞാനതിന് അമ്മ തന്നെയല്ല പറഞ്ഞത്. അമ്മ വന്നു. नमस्ते माँ जी, मुझे आशीर्वाद दे। यह सब करने की कोई जरूरत नहीं है बेटी. എന്താ പറഞ്ഞേ? ഈ കോമാളിത്തരം ഒന്ന് നിർത്താൻ. അങ്ങനെ പറഞ്ഞോ? ആത്മാ മസാക് മത് കർ. എല്ലാരും വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. സത്യ ഇവിടെ വന്നിരിക്കുക. എന്താ അമ്മേ ഇങ്ങനെ നോക്കുന്നേ? മോള് ശരിക്കും സുന്ദരിയാ. മോളുടെ ഈ നിഷ്കളങ്കതയുള്ള മുഖം നോക്കുമായിരുന്നു. ശരിക്കും ആലോചിച്ചിട്ട് തന്നെയല്ലേ മോളിവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? മാ, ये कैसा सवाल है? मेरे बारे में उसे सब कुछ पता है. उसी ने ही पहले मेरे पास आकर उसकी फीलिंग्स के बारे में बताया था. आत्मा, मुझे विश्वास नहीं हो रही है कि ये बेचारी तुझे प्यार करती है. पर क्यों माँ, मैं प्यार पाने के लायक नहीं हूँ क्या? ऐसे में थोड़ी ना कहा है. मुझे ऐसा ही लगा. सत्या, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? Yes, of course. നീ ആത്മാ से प्यार करती हूँ എന്ന് പറ. मैं आत्मा जी से बहुत प्यार करती हूँ माँ. കേട്ട അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. കേട്ടു. എന്റെ മോൾക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. ഞാൻ ഒരമ്മയുടെ സ്നേഹം കൊടുത്ത് അവളെ വളർത്തിയത്. ഒരച്ഛൻ എത്രയൊക്കെ സ്നേഹം കൊടുത്താലും ഒരിക്കലും അമ്മയ്ക്ക് പകരമാകില്ല. But now she is very happy. Thanks for coming to my daughter life. ഞാനാണ് ശരിക്കും ലക്കി, എനിക്ക് പപ്പയുടെ മോളെ കിട്ടിയത്. മക്കളെ, പോയിട്ട് വരാട്ടോ. നോം ഇവിടെയുണ്ട്, എങ്ങും പോയിട്ടില്ല. ഇവിടെ വന്ന് 2 വിവാഹങ്ങൾ നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ദീർഘസുമംഗലി ഭവ. എന്നാ ശരിടാ. ശരി, പോയിട്ട് വാ. ബണ്ണി, എന്താ? നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോകാം. എവിടേക്കാ? ഞാനൊരു പുതിയ കേസ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞില്ലായോ? ആ ഇൻസിഡന്റ് നടന്ന സ്ഥലത്തേക്കാ പോകുന്നത്. കേസ് എന്താണെന്ന് നീ പറഞ്ഞില്ലല്ലോ. അതായത് ബണ്ണി, പണ്ട് ഒരു 1991 ജൂലൈ 7 പുലർച്ചെ 5:30 ഒരു വീട്ടിൽ 4 കൊലപാതകങ്ങൾ നടക്കുന്നു. ഒരച്ഛൻ, ഒരമ്മ, അവരുടെ 2 പെൺകുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അതും വളരെ ക്രൂരമായി. പക്ഷേ ഇന്നേ വരെ കുറ്റവാളിയെ കണ്ടെത്തിയിട്ടില്ല. 1991 നടന്ന കേസ്. ഇതിപ്പോൾ 2025 ആണ്. കുറ്റവാളി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. കുറ്റവാളി കിട്ടിയാൽ തന്നെ ഇപ്പൊ അയാൾക്കൊരു 40-60 ഇടയ്ക്ക് വയസ്സുണ്ടാകില്ലേ? അതെന്താ,
40-നും 60-നും വയസ്സായവര് ശിക്ഷിക്കപ്പെടാൻ പാടില്ലേ? പറയുന്നത് കേട്ടാൽ തോന്നും നിനക്കെല്ലാം അറിയാമെന്ന്. എന്റെ കുഞ്ഞത്താന, എനിക്കെല്ലാം ഒന്നും അറിയില്ല. നാളെ റെഡിയായിരുന്നോ? എവിടേക്കാന്ന് വെച്ചാ പോയേക്കാം. ഇതിപ്പോ മൊത്തം കാട് പിടിച്ച് കിടക്കുവാണല്ലോ. ആ ഇൻസിഡന്റ് നടന്നതിന് ശേഷം ഇങ്ങോട്ടാരും വരാറില്ല. അതാ ഇത്രയ്ക്കും കാടും പള്ളയും. പെണ്ണെ പതുക്കെ പോ, വല്ല പാമ്പോ തേളോ മറ്റോ കാണും. നീ ശരിക്കും എന്തിനാ ഇങ്ങോട്ട് വന്നത്? തെളിവെടുക്കാൻ. തെളിവ് ഇപ്പൊ കിട്ടും, അതും ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ നിന്ന്. തെളിവൊക്കെ അന്നേ പോലീസ് എടുത്തോണ്ട് പോയിട്ടുണ്ടാകില്ലേ? അതൊക്കെ എനിക്കറിയാം. ഞാൻ ഇവിടുത്തെ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. വണ്ടി പട്ടി ഓടിക്കോ. ബണ്ണി ബണ്ണി കുറച്ച് സ്റ്റാമിന അല്ല കേട്ടോ. സ്റ്റാമിന ഉണ്ടോന്ന് ഞാൻ രാത്രി കാണിച്ചു തരാം. നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? എന്താ? അവിടെ വേറെ ആരൊക്കെയോ ഉണ്ട്. അത് ഞാൻ കണ്ടില്ല. ബണ്ണി എങ്ങനെയാ കണ്ടത്? ആ വീടിന്റെ സൈഡില് കുറച്ച് സിഗരറ്റ് നീണ്ടൽസ് ഒക്കെ കിടപ്പുണ്ട്. ഒഴിഞ്ഞു കിടക്കുന്ന വീടല്ലേ ബണ്ണി, അപ്പൊ ആൾക്കാര് ദുരുപയോഗം ചെയ്യും. നമുക്കതൊന്നും അറിയണ്ട, എന്നാ പോകാം. ഡ്രഗ്സ് എവിടെ കണ്ടാലും എനിക്ക് അങ്ങനെ വിടാൻ കഴിയില്ലല്ലോ മോളെ. ഒന്നുമില്ല. നമ്മളെന്തിനാ ഹോട്ടലിൽ റൂം എടുക്കുന്നത്? ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എന്റെ ദുഷുവാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് പാതിരാത്രിയാകും വീട്ടിലെത്തുമ്പോൾ. അതിലും നല്ലത് ഇന്ന് ഇവിടെ കിടന്നിട്ട് നാളെ പോകുന്നതല്ലേ. ഏത് നേരവും ഇതിന്റെ ഫ്രണ്ടിൽ വർക്കഹോളിക് ആയിട്ടുള്ള ഒരു ഭാര്യ. ഞാനോ? വർക്കഹോളിക്കോ? നീ റൊമാൻറ്റിക് അല്ലേ ബണ്ണി? എന്റെ അത്രയില്ല. നിന്റെ റൊമാൻസ് അല്ലട പട്ടി, അത് LSD. വാട്ട്? എന്റെ പ്രണയത്തെ നീ അധിക്ഷേപിക്കുന്നോ? ബണ്ണി വേണ്ടോ? വേണമല്ലോ. ആരായി വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അതാ ജെനിഫറ. കുറച്ച് ദിവസമായി എന്നിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവളുടെ സൂക്കേട് ഇതുവരെ മാറിയില്ലേ? ഞാൻ ഇടപെടണോ? വേണ്ട ബണ്ണി, ഇത് ഞാൻ ബ്ലോക്ക് ആക്കിക്കോളാം. ഇയാളെന്താ ഇവിടെ? ഇനി എന്നോട് പകരം വീട്ടാൻ വല്ലതും ഉദ്ദേശിച്ച് വരുന്നതാണോ? എക്സ്ക്യൂസ് മീ. എന്താ ഇവിടെ? സത്യപ്രതാപ് സാറിനൊന്ന് കാണാൻ വന്നതാ. എന്തിനാ? അത് ഞാൻ സാറിനോട് പറഞ്ഞാൽ പോരെ? പോരാ. കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ അനുമതി തന്നാൽ മാത്രമേ സാറിനെ തനിക്ക് കാണാൻ കഴിയൂ. താൻ സാറിന്റെ ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞോളൂ. ഓക്കേ മാഡം. എന്താ നിഷ ഇവിടെ? ഹായ്, ഇയാള് ധനയുടെ ഫ്രണ്ട് അല്ലേ? ഞാൻ അവരുടെ മാരേജിന് കണ്ടിരുന്നു. FT ന്യൂസ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, വലിയ പുള്ളിയാ. ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? അതെ, ഞങ്ങൾക്ക് ഓരോ മന്തിലും ഒരു ഷോ ഉണ്ട്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ അത് നിങ്ങളുടെ കൂടെ നടത്തണം എന്നൊരു ആഗ്രഹം. ധന ഈ ഐഡിയ മുന്നോട്ട് വെച്ചത്. സാറിനെ കണ്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വന്നതായിരുന്നു. ഓ, അതിന് പപ്പയോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നോക്കി പറഞ്ഞാ പോരെ? എന്നാലും സാറിനോട്. ഞാനത് പപ്പയോട് പറഞ്ഞോളാം. നിഷ, പപ്പയുടെ ഷെഡ്യൂളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവർ പറയുന്ന ഡേറ്റിനൊന്ന് നോക്കിയാക്ക്. അങ്ങനെയാണെങ്കിൽ പപ്പയുടെയും മോളുടെയും ഇന്റർവ്യൂ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഡബിൾ ഹാപ്പി ആയേനെ. ഓക്കേ. ഓ, വലിയ ആള് വന്നിരിക്കുന്നു. എന്താ? ഇതാ എന്റെ കോണ്ടാക്ട് നമ്പർ.
ഇന്റർവ്യൂ എന്നാ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും ലൊക്കേഷനൊക്കെ വിളിച്ച് പറഞ്ഞാൽ മതി. ഒന്നും വെച്ച് താമസിപ്പിക്കരുത്. എനിക്ക് ഷെഡ്യൂളൊക്കെ റീഅറേഞ്ച് ചെയ്യാനുള്ളതാ. ഓക്കെ PM മാഡം. ചന്ദ്രേട്ടാ, എനിക്കൊരു ഡൗട്ടുണ്ട്. എന്ത് ഡൗട്ട്? വയറ് ചാടിയെന്നോ? ഇല്ലടി, വയറൊന്നും ചാടിയിട്ടില്ല. ചന്ദ്രേട്ടാ, എന്തോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് വരാൻ പോവാണോന്ന്. സത്യം? അറിയില്ല, എന്റെ ഒരു ഡൗട്ട് മാത്രമാ, കൺഫേം അല്ല. വാ ഹോസ്പിറ്റലിൽ പോകാം. ഇപ്പോഴോ? നാളെ പോകാം. എനിക്ക് എക്സൈറ്റ്മെന്റ് കൂടി വരുവാടി. ഞാൻ ഷോപ്പിൽ പോയി എന്ന പ്രഗ്നൻസി കിറ്റ് വാങ്ങിക്കൊണ്ട് വരട്ടെ. ചന്ദ്രേട്ടാ, നീ എവിടെ പോകുവാടാ? ഇപ്പൊ വരാം അമ്മ. എന്തിനാ കരയുന്നേ? നെഗറ്റീവ് ആണോ? ഇറ്റ്സ് ഓക്കെ. നമ്മൾ തന്നെ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ. അമ്മ, പപ്പ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. We are going to be parents. Congratulations, Chandreta. ചേച്ചി, I'm so happy. Congrats. എനിക്കും അച്ഛനാവണം. എടാ ദുഷ്ട, നീ എന്നെ ഉപേക്ഷിച്ച് അച്ഛൻ സ്വീകരിക്കാൻ പോവാണോ? ഓ ഇടി, എനിക്ക് നിന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാകണമെന്ന്. അതിന് സമയമായിട്ടില്ല. എപ്പോഴാകും? 2 മാസമോ? ചവിട്ടിയാൻ താഴെയിടും. 2 വർഷം? അയ്യോ, തക്കട് വാവ. ഞാനുള്ളപ്പോഴെന്തിനാ പണിക്ക് വേറെ വാവ? അത് ശരിയാ. ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് നിന്റെ സ്വഭാവമാണെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ആ ഓടി. ഗണ്ണോ? ഞാൻ നിന്നെ കുറെ തവണ വിളിച്ചിരുന്നു. ഞാൻ കണ്ടിരുന്നു. മനഃപൂർവ്വം അറ്റൻഡ് ചെയ്യാത്തതാണ്. എനിക്ക് നിന്നോട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. നിന്റെ ആ വീഡിയോയെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഡോണ്ട് വറി, ഞാൻ അത് ഓൾറെഡി ഡിലീറ്റ് ആക്കി കളഞ്ഞു. അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. നിന്റെ മാരേജ് ലൈഫിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്റെ മാരേജ് ലൈഫിനെ ബാധിക്കുന്നതോ? കേൾക്കാനോ നിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കാനോ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, കം. ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഐ ആം റിയലി സോറി. ഒരു മാപ്പ് പറച്ചിലാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട ജെനി. പറയണമെന്ന് പറഞ്ഞ കാര്യം വേഗം പറ. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. നീ നിന്റെ ഹസ്ബൻഡിനെ അധികം വിശ്വസിക്കരുത്. എനിക്കറിയില്ല നിനക്ക് അയാളെ കുറിച്ചെല്ലാം അറിയാമോ എന്ന്. എങ്കിലും ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നിനക്ക് ഞാൻ സുഖമായി ജീവിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലല്ലേ? നിനക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ എന്നെ കൂടെ അതേ അവസ്ഥയിൽ കൊണ്ടുവരണമായിരിക്കും. എനിക്ക് പറയാനുള്ളത് നീ ആദ്യം ഒന്ന് കേൾക്ക്, എന്നിട്ടാകാം ബാക്കിയൊക്കെ. നിന്റെ ഹസ്ബൻഡിന്റെ ജോലി എന്താണെന്നും അദ്ദേഹം ആരാണെന്നും നിനക്കറിയാമോ? ഹീസ് ആൻ ഏജന്റ്. സ്റ്റീഫന്റെ കേസ് അന്വേഷിച്ച് 3 പേരിൽ ഒരാൾ. എന്നിട്ട് ഇതെല്ലാം വിശ്വസിക്കണമെങ്കിൽ നിനക്ക് തെളിവുകൾ വേണമായിരിക്കും അല്ലേ? സ്റ്റീഫന്റെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത 3 പേർ ഇവരാണ്: ബദ്രി ആദം സക്കറിയ, ആത്മഗുപ്ത ആൻഡ് അഗസ്റ്റി. അതിലൊരാൾ നിന്റെ ഹസ്ബൻഡും മറ്റൊരാൾ നിന്റെ ഫ്രണ്ട് അക്സയുടെ ഹസ്ബൻഡും. ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. സ്റ്റീഫന്റെ മരണം ഒരു സൂസൈഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്റ്റീഫന്റെ മരണത്തിന് ഉത്തരവാദി മിക്കവാറും ഭരത് ആദം സക്കറിയ ആയിരിക്കും. ചന്ദ്രേട്ടനോ?
എന്തൊക്കെ നോൺസെൻസ് ആണ് വിളിച്ച് പറയുന്നത്? നിനക്ക് വല്ല ബോധവും ഉണ്ടോ? നിനക്ക് ഇപ്പോൾ ഇതൊക്കെ ഒരു നോൺസെൻസ് ആയി തോന്നാം. സത്യങ്ങൾ കണ്ടുപിടിക്കാൻ നിനക്ക് പ്രത്യേക കഴിവല്ലേ? ഇതൊന്ന് കണ്ടുപിടിച്ച് നോക്ക്. വേറെ ഒരു കാര്യം കൂടെ, നിന്നെ കൊല്ലാനുള്ള കൊട്ടേഷനുമായി ഞാൻ ചെന്നത് ഇവരുടെ അടുത്തേക്കാം. ഇവിടെ പോലെ ഒരുത്തി ഓരോന്ന് വിളിച്ചു പറഞ്ഞു എന്ന് കരുതി അതിലെ സത്യമാകണമെന്നുണ്ടോ? നമ്മുടെ കല്യാണത്തിനല്ലേ എല്ലാവരെയും വിളിക്കണം. നീ നമ്മുടെ കല്യാണത്തിന് എല്ലാരെയും വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ കോടം എവിടെയാ ഉള്ളത്? അത് കൗസിക്കലാണ് എന്നും കുറച്ചുള്ളിലേക്ക് കഫാഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. അത് ശരിയാ, നിനക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കറിയാവുന്ന നിന്റെ ഫ്രണ്ട്സ് എല്ലാം സാധാരണ ആൾക്കാരല്ല. അവരുടെ പ്രൊഫഷനും ചെറുതല്ല. ബിസിനസ്മാനായ നിനക്കെങ്ങനെ ഇവരെയൊക്കെ പരിചയം? എന്താ മോൾ ഇങ്ങോട്ട് വന്നത്? ഞാൻ ചന്തുവേട്ടനെ കാണാൻ വന്നതാ. ആണോ? അവനവന്റെ ക്യാബിനിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം പപ്പ. ബണ്ണിയുടെ ക്യാബിനിൽ പോയി നോക്കാം. അവനവിടെ കാണാതിരിക്കില്ല. ബണ്ണി ഇവിടെ ഉണ്ടായിരിക്കണേ. അവള് പറഞ്ഞതൊന്നും സത്യമാകരുതേ. ബണ്ണി, ബണ്ണി, ബണ്ണി ഇവിടെയില്ലേ? ഹലോ ബണ്ണി, നീ എവിടെയാ? ഞാൻ കമ്പനിയിലുണ്ട്. എന്താ? ഹേയ് ഒന്നുമില്ല. നിന്നെ മെസ്സേജ് ചെയ്തപ്പോ വിളിച്ചതാ ഞാൻ. എന്നെ മിസ് ചെയ്തോ? ഞാൻ വരട്ടെ നിന്റെ ഓഫീസിലേക്ക്? വേണ്ട, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ കുറച്ച് ബിസിയാ. ഇനി ഒരു സ്ഥലത്ത് കൂടെ പോയി നോക്കാം. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആ ഓഫീസിലേക്കൊന്ന് പോയിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ അവിടെ ഉണ്ടോ എന്ന് നോക്കാമോ? അയ്യോ, അത് മാഡം പ്രശ്നമാകില്ലേ? പ്രശ്നമൊന്നും ആകില്ല. എനിക്കറിയാവുന്നവരവിടെ ഇരിക്കുന്നത്. സോ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. അറിയാവുന്നവരാണെങ്കിൽ എന്തിനാ മാഡം ഞാൻ പോയി നോക്കുന്നത്? പ്ലീസ് അങ്കിൾ, ഒന്ന് പോയി നോക്കാമോ? ഓക്കെ. 1 മിനിറ്റ്. ഇത് ക്യാമറയാ, പോക്കറ്റിൽ കിടന്നോട്ടെ. മാഡം, ഇതാ ക്യാമറ. ഫോട്ടോയിൽ കാണിച്ച സാറ് അവിടെ ഇരിപ്പുണ്ട്. വാട്ട്? നോക്കിത്. അവിടെ ഇരിക്കുന്നത് അയാൾ എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നോ? വേണ്ട, മാറിക്കേ. എന്താടി? ചന്തുവേട്ടൻ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ? കള്ളത്തരോ? എനിക്കോ? അതോ എന്തെങ്കിലും ഞാൻ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടാൽ പറഞ്ഞോ, ഞാനൊന്നും പറയില്ല. ഇല്ല നിധി, അങ്ങനെ എനിക്കൊന്നുമില്ല. അപ്പോൾ ഈ ഗണ്ണാരുടെയാ? ഇത് നീ എങ്ങനെയാ? ചന്തുവേട്ടന്റെ കയ്യിൽ ഇതെങ്ങനെ വന്നു? പറയാ, ഇത് നമ്മുടെ ഷെൽഫിൽ എങ്ങനെ വന്നു? ഇത് ആരുടെയാ? എന്റെയാ. ഇതെന്തിനാ ചന്തുവേട്ടന്? ഞാൻ പറയാം, എല്ലാം പറയാം. പക്ഷെ നീ എന്നെ ഉപേക്ഷിച്ച് പോകരുത്. എന്നോട് ദേഷ്യം തോന്നാൻ നിനക്ക്, പക്ഷെ നീ കാമായിട്ട് കേൾക്കണം. ഷോക്ക് ആകരുത്. എനിക്ക് ഇപ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. അയ്യോ, പേടിക്കല്ലേ. പേടിക്കാൻ മാത്രമൊന്നുമല്ല, ഞാൻ പറയല്ല. നിധി എന്തെങ്കിലും പറയടേ. എന്നോട് ദേഷ്യപ്പെടുമെങ്കിലും ചെയ്യടി. നീ എന്നെ വെറുതെ പേടിപ്പിക്കാതെ. ഇതൊക്കെ വേണം ചന്തുവേട്ടാ. എനിക്കിതൊക്കെ കേട്ടിട്ട് തന്നെ പേടിയാകുന്നു. പ്ലീസ്, നമുക്കിതൊന്നും വേണ്ട. ചന്തുവേട്ടന് എന്തെങ്കിലും സംഭവിച്ചാലോ? നീ പേടിക്കണ്ട. 6-7 കൊല്ലമായിട്ട് ഈ ജോലി ചെയ്യുക. ഞാൻ പ്രോയാടി, പ്രോ. വേണ്ട ചന്തുവേട്ടാ, നമുക്കിതൊന്നും വേണ്ട. എനിക്കങ്ങനെ ഇത് ഉപേക്ഷിക്കാൻ കഴിയില്ല. നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? ഇല്ല. അതെന്താ? നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ പൂർണ്ണമായി വെറുത്താണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇനി ചന്തുവേട്ടൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് ചന്തുവേട്ടനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ. ഗീതമ്മേ, എവിടെ?
നിങ്ങള് ഇങ്ങോട്ട് ഇറങ്ങി വാ. ധനയല്ലേ അത്? അവളെന്തിനാ ഒച്ച വെക്കുന്നേ? നീ വാ നോക്കാം. എന്തുവാ കൊച്ച അലറുന്നേ? ദേ ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റായി ഉത്തരം തന്നില്ലേ ഞാൻ ഇവിടെ മൊത്തം ചുട്ടിരിക്കും. നിനക്ക് എന്താടി വട്ടാണോ? ഇങ്ങനെ പോയാൽ എനിക്ക് മിക്കവാറും വട്ടാകും. നിങ്ങളുടെ മോൻ എന്താ ജോലി? ഏത് മോനാ? ഓ, നിങ്ങളുടെ ഇളയത് രണ്ടാമത്തേത് അവസാനത്തേതുമായ ബണ്ണി എന്ന എന്റെ ഭർത്താവിന് എന്താ ജോലി? അവന് ബിസിനസ്. അല്ലാതെ എന്ത്? ഗീതമ്മ എന്ന് വിളിച്ച നാവ് കൊണ്ട് വേറൊന്നും വിളിപ്പിക്കല്ലേ. ആ കള്ള എന്നെ ഇത്രയും നാൾ പറഞ്ഞ് പറ്റിക്കുവായിരുന്നു, കൂട്ടത്തിൽ നിങ്ങളും. അവനിങ്ങോട്ടൊന്ന് വന്നോട്ടെ, ഇന്നവനെ ഞാൻ കൊല്ലും. നല്ല ആയുസ അവൻ വന്നെന്ന് തോന്നുന്നു. ഇതൊക്കെന്താടി? എന്നെ ഇത്രയും നാള് പറ്റിക്കുമായിരുന്നല്ലോടാ നീ. എന്റെ മോനെ ബണ്ണിക്കുട്ട, വേദനിക്കുന്നുണ്ടോടാ മോനെ? പിന്നെ വേദനിക്കാതിരിക്കുമോ? അമ്മാതിരി അടിയല്ലേ കിട്ടിയത്? നീ വാ. എന്നാലും എന്നെ പറഞ്ഞു പറ്റിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? പലരെയും വിശ്വസിച്ചു, അവരെല്ലാം പറ്റിച്ചു. എന്നെയും വിശ്വസിച്ചു, നീയും ചതിച്ചു. ഞാൻ എന്താ നിന്നോട് ചെയ്തത്? നീ എന്ത് വലിയ വിശ്വാസവഞ്ചനയാ കാണിച്ചത്? കൂടെ നിന്ന് ചതിക്കുവല്ലായിരുന്നോ? നീ വാ. എന്നെ തൊട്ടു പോകരുത്, ഇഷ്ടമല്ല എനിക്ക് നിന്നെ. നീ തന്നെ ചതിയാ. എല്ലാം ശരിയാക്കുമായിരിക്കുമല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കാം. ലിസൺ, ഐ ആം റിയലി സോറി. ഞാൻ ചെയ്തതെല്ലാം തെറ്റാ, അതെനിക്കറിയാം. ഞാൻ പറയാതിരുന്നത് ഇതിന്റെയൊക്കെ അവസാനം ഇങ്ങനെ തന്നെയായി വരുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ. നീ ഒന്നും പറയണ്ട, ഓരോന്നൊക്കെ പറഞ്ഞ് നീ ഇനിയും പറ്റിക്കാമെന്ന് നീ വിചാരിക്കണ്ട. നീ ഫ്രോഡാ. വീണ്ടും വീണ്ടും നിന്നെ ഞാൻ വിശ്വസിക്കില്ല. ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു. പ്ലീസ്. എന്തിനാ ഇതൊക്കെ പാക്ക് ചെയ്യുന്നത്? എന്നെ ചതിച്ച നിന്റെ കൂടെ ഇനി ഞാൻ നിൽക്കില്ല. നിന്നെ കാണുന്നതോടെ എനിക്ക് ദേഷ്യം കൂടി വരുക. നീ പക്ഷേ എവിടേക്കായി പോകുന്നത്? ഞാൻ എവിടേക്ക് പോയാലും നിനക്കെന്താ? എനിക്കെന്താണോ? എനിക്ക് വിഷമമുണ്ടടി. നീ അങ്ങനെ ഇപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ പോണ വേണ്ട എന്ന് നീ അല്ല തീരുമാനിക്കുന്നത്. മാറി നിൽക്ക്. പ്ലീസ് പോകരുത്. അറ്റ്ലീസ്റ്റ് നീ എവിടേക്കാ പോകുന്നത് എന്തെങ്കിലും പറ പ്ലീസ്. ദുഷ്വന്റെ അടുത്തേക്ക്. അവിടേക്ക് കയറി ചെല്ലുന്ന അതെന്താടി? നിന്റെ തറവാടോ? ഇവർ കൂടി എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് എന്നോട് നീ ശബ്ദം ഉയർത്തുന്നോ? നിന്നോടാരാ എന്റെ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞത്? ജെനിഫർ. എന്താ അവളെ കൊല്ലുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണോ? നോനോ. നിൽക്ക്, നമുക്കൊന്നോടെ സംസാരിക്കാം. ഇല്ല ഇല്ല ഇല്ല, എനിക്ക് നിന്നെ കാണാൻ വേണ്ട, നിന്നോട് സംസാരിക്കാൻ വേണ്ട. നിന്നെ പേരടിച്ച് അതിന്റെ കൂടെ ഇനി ഞാൻ ജീവിക്കില്ല. നമ്മൾ ഒന്നോട് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒന്നോട് സംസാരിച്ച് തീരാവുന്ന പ്രശ്നമുള്ളൂ നിന്നോടാരാ പറഞ്ഞേ? എനിക്ക് അങ്ങനെ പ്രശ്നം ഒന്ന് സോൾവ് ആക്കണ്ടെങ്കിലോ എന്നെ നീ എന്റെ വഴിക്ക് വിട്ടേക്ക്. അങ്ങനെ ഇപ്പൊ നിന്നെ നിന്റെ വഴിക്ക് വിടാൻ എനിക്ക് ഉദ്ദേശമില്ലെങ്കിലോ? നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എന്നെ വിടെ. പോവല്ലേ? പപ്പ വിളിച്ചോണ്ട് വരാം മോളെ. വേണ്ട പപ്പ, ഞാൻ തന്നെ വിളിച്ചോണ്ട് വന്നോളാം. താങ്ക്സ്. നാളെ പോകുമ്പോൾ വേറെ വണ്ടി വിളിക്കണ്ട, കമ്പനി ബസ് ഉണ്ട്. ഞാൻ ഓൾറെഡി ബസ് ബുക്ക് ചെയ്തു. ഇറ്റ്സ് ഓക്കേ, അതങ്ങ് ക്യാൻസൽ ചെയ്തേക്ക്. അച്ഛാ, ഇച്ചായും പറയുന്നതൊന്ന് കേൾക്കടി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ദോഷു.
നിങ്ങൾ അകത്തേക്ക് ചെല്ലും. ബ്രോ ബ്രോ ഇപ്പോൾ പൊയ്ക്കോ. ഇല്ല, ഞാൻ പോകില്ല. ഇതൊരു ലൈഫിന്റെ പ്രശ്നമാണ്. ബ്രോ, അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. നാളെ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഇവിടേക്ക് വന്നാൽ മതി. ധനയുടെ ബണ്ണിയും കൂടെ വിളിച്ചോ. ഇതൊരു സുവർണ അവസരമായി കൂട്ടിയാൽ മതി. ഓക്കെ. എന്നാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല കേട്ടോ. പറ്റിപ്പോയി. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവിച്ചോ. ഇയാളിതുവരെ പോയില്ലേ? പോകുക. ഓ, ഇതെന്താ ഒരു മരണ വീട്ടിൽ കയറിയ പ്രതീതി. രണ്ടുപേര് കരച്ചിലൊന്ന് നിർത്തിക്കേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തല്ലേ വന്നത്? അതുകൊണ്ട് നാളെ നിങ്ങളും പോരും എന്റെ കൂടെ. ഞാൻ എങ്ങോട്ടും ഇല്ല. എടി, വിഷമം കുറച്ചൊക്കെ മാറുപടി. മൈൻഡ് കുറച്ച് റിലാക്സ് ആവട്ടെ. വാ നിങ്ങളും. ശരിയാ, പോകാടി. എവിടെ നിന്നാ വിളിച്ചാൽ വീണ്ടും വരും. ഒന്ന് മാറി നിന്നാൽ കുറച്ച് ദിവസമെങ്കിലും സമാധാനത്തോടെ ഇരിക്കാം. എന്നാൽ ഇനി ഇരുന്ന് കരയാതെ കിടന്നുറങ്ങാൻ നോക്ക്. കരഞ്ഞ് കരഞ്ഞ് ഓരോന്നും മരത്തി വെച്ചേക്കരുത്. എങ്ങോട്ട്? ഞങ്ങളും വരുന്നുണ്ട്. ദുഷു, ഞാൻ വരുന്നില്ല. നീ വരുന്നുണ്ട്. അന്ന് കാറിൽ കയറും. വാ. എടാ, നിങ്ങളും ഉണ്ടായിരുന്നോ? യെസ് യെസ്. എല്ലാവരും ആയില്ലേ? എങ്കിൽ പോകാം. എന്തിനാ എന്റെ പുറകെ വരുന്നത്? നിന്റെ കൂടെ ഇരിക്കാൻ. എന്തൊരു കഷ്ടമാ. ഞാൻ മാറണമായിരിക്കും. ദുഷു എന്റെ കൂടെ ഇരുന്നാ മതി. മേഡം, നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയി. എന്ത് പറ്റി? നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തതാണല്ലോ. മിണ്ടാതിരിക്കും മാഡം. എന്തിനാ എണീക്കുന്നേ? ഇവിടെ ഇരിക്കും. സീറ്റെല്ലാം ഫുള്ളാ. നമുക്ക് ആകെ ഒരുമിച്ചിരിക്കുവാണല്ലോ. ഒന്ന് മിണ്ടാതിരിക്കാവോ? ധന, ലഗേജ് ഞാൻ പിടിക്കാം. നോ താങ്ക്സ്. എന്നെല്ലാവരും റെസ്റ്റ് എടുക്കുക. നാളെ ഷൂട്ട് ഉള്ളവർ 9 റെഡിയായി ഇതേ സ്പോട്ടിലേക്ക് വരണം. അല്ലാത്തവർക്ക് കപ്പിൾസിന് ഇവിടെ എല്ലാം ചുറ്റി കാണാം. നല്ല പയ്യനാണല്ലേ. നമുക്ക് നിഷമോൾക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? വേണ്ട, നല്ലതാണ്ടി, നിനക്ക് ചേരും. ഞങ്ങൾ രണ്ടുപേരും എന്താ ബ്രോക്കർ പണി തുടങ്ങിയോ? എനിക്കൊന്നും വേണ്ട അയാളെ. വേണ്ടെങ്കിൽ വേണ്ട, അല്ലേ പപ്പ? അതെ, വേണ്ടെങ്കിൽ വേണ്ട. നമ്മൾ നിർബന്ധിക്കുന്നില്ലല്ലോ. അതെ, ഇന്നലെ രാത്രി അവര് രണ്ടുപേരും വന്ന് അയാൾ ഹഗ് ചെയ്തു. അതിനൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹഗ് ചെയ്തത് നിനക്ക് ഇഷ്ടായില്ലേ? ഞാൻ എന്തിനാ ഇഷ്ടക്കുറവ് കാണിക്കുന്നേ? കണ്ടത് പറഞ്ഞോന്നല്ലേ ഉള്ളൂ. അവര് ദുഷ്യന്തന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവര് കപ്പിൾസ് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദുഷ്യന്തന്റെ അടുത്തേക്ക് വന്നത്. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ വേറെയും സീറ്റ് ഉണ്ടല്ലോ, അവിടെ എങ്ങാനും പൊയ്ക്കൂടെ? ഇല്ല. എന്നെ എന്തിനെങ്കിലും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്?
ഞാൻ നിനക്ക് ശല്യമാണോ? അതെ. ഇവളൊന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ. എങ്ങനെ പോയാൽ ഇതൊരു കറക്കെത്തില്ല. ഒന്ന് ക്ഷമിക്കണ്ട അക്സ. ദേഷ്യപ്പെടുന്നോടോ? താൻ എന്നോട് ദേഷ്യപ്പെടുന്നോ? ഓ എന്റെ പൊന്നു മോളെ, നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ നീ എന്നെ അങ്ങോട്ട് കൊല്ല്. എന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കണോ? നിങ്ങൾക്ക് ചാകണമെങ്കിൽ എവിടെ നിന്ന് എടുത്ത് ചാട്. ശരി, ഞാൻ ചാടിക്കോളാം. അപ്പോൾ നിനക്ക് സമാധാനമാകുമല്ലോ. നിങ്ങൾ ചാടുകയോ തലയും കുത്തി നിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും. ചാട്. ഓ ചാടടാ. അയ്യോ 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 അയ്യോ, പിടിച്ചോണേ പിടിച്ചോണേ, എന്നെ വിട്ടേക്കല്ല. ചാട അങ്ങോട്ട്. അക്സ, പട്ടി, നീ എന്നോട് ക്ഷമിച്ചോണ്ട് പറയാതെ ഞാൻ കയറില്ല. ഡബ്ബ തിരിപ്പ് പിടിക്കടോ. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? നിങ്ങൾ എന്നെ വിധവയാക്കോ? എത്രയാന്ന് പറഞ്ഞ നിന്റെ പുറകെ നടക്കുന്നത്? ക്ഷമിച്ചില്ല അല്ലേ? അങ്ങനെ ഒരു ജോഡി സെറ്റായില്ലേ? രഹസ്യങ്ങളൊക്കെ ഇത്ര മൂടി വെച്ചാലും കാലം തെളിയിക്കുമെന്ന് മനസ്സിലായില്ലേ? ഒരാളിൽ നിന്നും രഹസ്യങ്ങൾ മൂടി വെക്കുന്നതും കള്ളങ്ങൾ പറയുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതും ഒരുപാട് വിശ്വസിച്ച ഒരാളോട് ചെയ്യുമ്പോൾ. എല്ലാം ശരിയാണ്, എന്റെ മിസ്റ്റേക്ക് ആണ്. ഒരേ ഒരു തവണത്തേക്ക് ധനക്ക് എന്നോട് ക്ഷമിച്ചൂടെ? ധനയാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ഇയാൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ് എനിക്ക് പറ്റും. പക്ഷെ എനിക്ക് പറ്റില്ല. ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുക, നിന്നെ സ്നേഹിച്ചത്, നിന്നെ വിശ്വസിച്ചത്. അക്സൊക്കെ കറങ്ങാൻ പോയല്ലോ, നീ പോയില്ലേ? ഇല്ല. നിനക്ക് എന്താ കൊച്ചേ, ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. എല്ലാം അറിഞ്ഞിട്ട് നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഓക്കെ ഓക്കെ, എന്നാലും ഒരു ചാൻസ് വന്നിരിക്കുന്ന മനുഷ്യനൊന്ന് കൊടുക്ക്. ഇല്ല. നീ എന്തേ കാണിക്കുന്നത്? നിനക്ക് എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാകാത്തത്? ഞാൻ സമ്മതിച്ചല്ലോ എന്റെ ഭാഗത്താ തെറ്റെന്ന്. നീ പിന്നെ എന്തിനാ ഇത്രയും ഓവറായിട്ട് ബിഹേവ് ചെയ്യുന്നത്? ബലം പ്രയോഗിച്ച് നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ടല്ല. അടിക്കടി, ഇനി അടിക്കും. നിനക്ക് എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? ഞാനായിട്ട് കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നീ പറഞ്ഞു പറ്റിച്ചില്ല എന്നെ എത്രയും നാൾ. ഞാൻ എത്രമാത്രം നിന്നെ വിശ്വസിച്ചു. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നീ തകർത്തില്ലേ? നീ എന്നെ എത്രയും നാള് ഫൂളാക്കുമല്ലായിരുന്നോ? നീ ഇങ്ങനെ കരയാതെ പുല്ലേ. നീ കരയുന്നത് കാണുമ്പോ എന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറുക. നീ എന്നെ തല്ലിക്കോ? എന്റെ ദേഷ്യം തീരുന്നത് വരെ നീ തല്ലിക്കോ? ഇനി എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? അയ്യോ, ഇനി ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇനി അഥവാ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ യമലോകത്തേക്ക് പറഞ്ഞു വിടും. ഇനി ഒന്നിനും നമ്മളില്ലേ. അപ്പോൾ നമ്മൾ എവിടേക്കാ പോകുന്നത്? ധനയുടെ അടുത്തേക്ക്. എന്തിനാ പോകുന്നത്? വെഡിങ് പാർട്ടിക്ക് വിളിക്കാൻ. മോനെ ആത്മ, എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട്? എന്നാ ഉണ്ടടാ വിശേഷം? വിശേഷമുണ്ട്, അത് പറയാനാ വന്നത്. എവിടെ എല്ലാവരും? എല്ലാരും ഇവിടെ ഉണ്ട്.
ഇതെന്റെ മനസ്സിലായി. വാ മോളെ വാ. ബണ്ണിക്കുട്ട, ചന്തു, ഇച്ചായ എല്ലാരും താഴേക്ക് വാ. ആത്മ സുഖമാണോടാ? യെസ് അങ്കിൾ, സുഖമാണ്. ഇരിക്കിരിക്ക്. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു അങ്കിൾ? അതൊക്കെ അതിന്റെ വഴിയെ നടക്കുന്നുണ്ടടാ. പിന്നെ ചന്തു ഏട്ടനും പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ വന്നത് ഞങ്ങളുടെ വെഡിങ് പാർട്ടിക്ക് എല്ലാവരും ക്ഷണിക്കാനാണ്. ഞങ്ങളിവിടെ മാരേജ് രജിസ്റ്റർ ചെയ്തു. ഇനിയിപ്പം എല്ലാരും വിളിച്ച് പാർട്ടി നടത്താന്. എല്ലാരും വരണം. അതൊക്കെ വന്നിരിക്കും. பேச்செல்லாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. நிலவிடம் வாடகை வாங்கி விழி வீட்டினில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாளே தகுமா? செம்புல சேரும் கலந்தது போலே கலந்தவர் ഹായ്. ഹലോ. ഫ്രണ്ട്സ് ഒക്കെ എവിടെ? അവരവരുടെ ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ട്. എന്താ ചോദിച്ചത്? ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് ചോദിച്ചത്. ഓ, അപ്പോൾ എനിക്ക് കമ്പനി തരാൻ വന്നതാണോ PM മാഡം? ഞാനങ്ങനെ ഉദ്ദേശിച്ചു വന്നതൊന്നുമല്ല. എഫ്റ്റോ സാർ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ വന്നതാ. എഫ്റ്റോ സാർ? ഇനിയിപ്പോൾ എനിക്കൊരു കമ്പനി തരാൻ വന്നതാണെങ്കിലും ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. ഇനി ലൈഫ് ലോങ് കമ്പനി തന്നാലും ഐ എം ഹാപ്പി. നീ കുടിക്കില്ല തരാ? ഞാൻ കുടിക്കും, നീ കൂടാ. കുടിച്ചിട്ട് എന്റെ അടുത്തെങ്കിലും വന്ന് കിടന്ന് നിന്നെ എടുത്തുറയും ഞാൻ. ആണോ? എന്നാ അതൊന്ന് കാണണമല്ലോ. വേണ്ടെന്ന് പറഞ്ഞ കേൾക്കില്ലല്ലേ? വിടടാ. അപ്പൊ ശരി ഗൈസ്, ഞങ്ങൾ ഇറങ്ങുവാ. ഓക്കേ. നിർത്ത് നിർത്ത്. ഇറക്ക് 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 എന്നെ ഇറക്ക്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പ്രിപ്പയർഡ് ആവട്ടെ. എന്തിന്? നിന്റെ തല്ല് കൊള്ളാം. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് നല്ല ഉറക്കം വരുന്നു. എന്നാ ഞാനും ഉറങ്ങാം. നാളെ തല്ല് മേടിക്കും.
ഗീതമ്മേ, ചേച്ചി, എന്താടി? ഇപ്പോൾ എന്റെ കുടല് വെളിയിൽ വരും. ബണ്ണിയെ വിളിക്കുക. എനിക്കിപ്പോ തന്നെ അവനെ കാണണം. ഞാൻ വിളിക്കാം. എനിക്ക് ഈ വോമിറ്റിങ് എപ്പോൾ തുടങ്ങിയതാ? ഇതുപോലെ വോമിറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ്. നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഒരു സാധനം കൊണ്ടുതരാം. എന്താ അമ്മ, ധന എവിടെ? മുറിയിലുണ്ട്. അമ്മ വാ നമുക്ക് പോകാം. ഇത് കണ്ടോ നീ? എന്താണ് ഷോക്കാകാത്തെ? ചിരിക്കുന്നോ? അപ്പൊ നിനക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലേ? നേരത്തെ അറിയുമോന്ന് ചോദിച്ചാ കൺഫേം അല്ലായിരുന്നു. നിന്റെ കണ്ണെവിടെ? എന്തിനാ? നിന്നെ കൊല്ലാൻ. സന്തോഷിക്കരുത് നീ. സ്വന്തം ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഞാൻ എന്താ പിന്നെ ചെയ്യണ്ടേ? നിന്നെ ഉണ്ടല്ലോ വിശ്വസിക്കാൻ കൊള്ളില്ലടാ പട്ടി. നീ എന്തിനാ എന്നെ കുറ്റം പറയുന്നേ? ഞാൻ നിന്നെ റേപ്പ് ചെയ്തതൊന്നും അല്ലല്ലോ. രണ്ടുപേരും താല്പര്യം കൊണ്ടല്ലേ. നീ മിണ്ടരുത്. നീലടക്കം എന്നാലും എന്റെ കരിയർ, എന്റെ ഡ്രീമാണ്. നിന്റെ കരിയറും ഡ്രീമും ഒക്കെ സക്സസ് ആക്കാൻ ഞാനുണ്ട് നിന്റെ കൂടെ. ട്രസ്റ്റ് മീ. I trust you. Congrats, Mr. Patri. 3 പേരാ വയറ്റിൽ കിടക്കുന്നത്. പിന്നെ ധന നന്നായി സൂക്ഷിക്കണം. ഓക്കെ ഡോക്ടർ. എന്താ, ഞാൻ ഇനി നടക്കണോ? എന്റെ പൊന്നോ, വേണ്ട. ബണ്ണി, എൻ്റെ കാല് വേദനിക്കുന്നടാ, ഒന്ന് തടവിത്താ. ധന ഉറങ്ങി കാണുമോ ചന്ദ്രേട്ട? ഉറങ്ങി കാണും. എന്താ? വെറുതെ. ചന്ദ്രേട്ട, നമുക്ക് വെളിയിൽ പോയാലോ? ഈ രാത്രിയിലോ? നല്ല തണുപ്പാടി പെണ്ണേ. ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ തന്നെ നടത്തണം, പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. എങ്കിൽ വാ. This one collaboration fantasy. This one collaboration fantasy. ചെലക്കുറുമ്പി നീ കൊഞ്ച് വെളിച്ചിലമ്പി പെട്ടില്ല തുമ്പി തുള്ളൊന്നു നെഞ്ച് ഒന്ന് ചുണരാ നീ ഇങ്ങോട്ട് പോര് മുന്തിരിക്കുന്ന ചെപ്പു കിളുക്കാൻ ഇതിലേ വരുമനം ചെലക്കുറുമ്പി ഇനി മിണ്ടാതെ നില്ല് വെളിച്ചിലമ്പി വെറ്റിലത്തുമ്പി മതി പഞ്ചാര ചൊല്ല് ഒന്ന് ചുണരാ നീ ഇങ്ങോട്ട് പോര് മുന്തിരിക്കണ്ണൻ ചെപ്പു കിളുക്കാൻ ഇതിലേ വരുമ
അമ്മ ധനയും ബണ്ണിയേട്ടനും വരാൻ വൈകുവോ? അറിയില്ല, എവിടേക്കോ തിരക്കിട്ട് പോണ കണ്ട് രണ്ടും കൂടെ. എവിടെയാണോ എന്തോ. വാവ പെട്ടെന്ന് വരുമല്ലോ. അപ്പൂസിന് അനിയനെ വേണോ അനിയത്തിയെ വേണോ? നമ്മുടെ ത്രിമൂർത്തികൾ എവിടെ? അവര് താഴെ കളിക്കുക. ആ പപ്പയുടെ കാർബൺ കോപ്പികൾ ഇന്ന് വന്നേ. ഒരു ഉമ്മ തന്നെ. ഗൗരിയുടെ സിദ്ധാർത്ഥിന്റെ വിവാഹം നടത്താൻ ഗൗരിയുടെ വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രേട്ടന്റെ സഹായത്തോടു കൂടി ഗൗരി ഒളിച്ചോടി. ഇന്നേക്ക് 10 മാസം ആയിരിക്കുന്നു. എന്ത്? ഒളിച്ചോടിയിട്ട്. പിന്നെ നമ്മുടെ ദുഷ്യാന്റെ മിഷൻ. കല്യാണം ഒന്നും ആയിട്ടില്ല, പ്രേമിച്ച് നടക്കുക. സ്ക്രീൻ ടൈം കുറവായിരുന്നേ, അതുകൊണ്ട് പ്രേമിക്കാനുള്ള സമയം കിട്ടിയില്ല. ആത്മേട്ടനും സത്യയും പിന്നെ അവരുടെ ഒരു കുറുമ്പിയും. അവരും ഹാപ്പി, എല്ലാരും ഹാപ്പി.